പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 25 വയസ്സുള്ള ലിസി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്വന്തമായി ഒരു ബാലവാടി നടത്തുകയാണ്. കഴിഞ്ഞ 2 വർഷമായി അകാരണമായ ഭീതിയും മാനസികാസ്വാസ്ഥ്യവും കുറ്റബോധവും കാരണം ലിസി കഷ്ടപ്പെടുന്നു. കുട്ടികളെ സ്പർശിച്ചാൽ അവർക്ക് രോഗബാധയുണ്ടാകുമെന്നും ഭക്ഷണ സാധനങ്ങൾ കൈകൊണ്ട് തൊട്ടാൽ മാലിന്യം കലർന്ന് കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള ഭയം കാരണം ജീവിതം ദുസ്സഹമായി. സിഫിലിസ് ഉണ്ടെന്നുള്ള ആശങ്ക കാരണം പല പ്രാവശ്യം രക്തപരിശോധന നടത്തി. മണിക്കൂറുകളോളം അവർ കൈകളും ചില അവയവങ്ങളും കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. മറ്റൊന്നിനും തന്നെ സമയമില്ലാതായി. രക്തപരിശോധനയിൽ ലിസിക്ക് രതിജന്യമായ അസുഖങ്ങളൊന്നുമില്ലെന്ന് വ്യക്തമായി. എങ്കിലും ലിസിയുടെ ഭയാശങ്കകൾ പ്രബലമായിക്കൊണ്ടിരുന്നു. ഇത്തരം അസുഖങ്ങൾ ഒബ്സസീവ് കമ്പൽസീവ് റിയാക്ഷൻ ആണ്. ഇച്ഛയ്ക്കും നിയന്ത്രണങ്ങൾക്കുമെതിരായി വിട്ടുമാറാത്ത ഭയാശങ്കകൾ സദാസമയവും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയോ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തവയെപ്പറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതിനെ ഒബ്സഷൻ എന്ന് പറയുന്നു. ഇഷ്ടപ്പെടാത്തതോ അസാധാരണമായതോ അപഹാസ്യമായതോ ആയ പ്രവൃത്തികൾ ചെയ്യുവാൻ സ്വയം നിർബന്ധിതമായിത്തീരുന്നതിന് കമ്പൽഷൻ എന്ന് പറയുന്നു. ഒബ്സഷൻ കാരണമാണ് കമ്പൽഷൻ ഉണ്ടാകുന്നത്. ഇത്തരം പ്രതിഭാസങ്ങൾ കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ പരിണിത ഫലമോ വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങൾക്കെതിരെ ശക്തി കൂടിയ അബോധ സംരക്ഷണ തന്ത്രങ്ങളോ ആവാം. വിചാരങ്ങളും പ്രവൃത്തികളും എന്തിനെപ്പറ്റിയുമാവാം. ശാരീരിക പ്രവർത്തനങ്ങൾ, അസാൻമാർഗിക ചിന്തകൾ, ആത്മഹത്യാ ചിന്തകൾ, കൊലപാതക ചിന്തകൾ, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കൈകഴുകൽ തുടങ്ങി എന്തുമാകാം. ആപൽക്കരമായ ചിന്തകൾ പൊതുവെ പ്രവൃത്തിപഥത്തിൽ വരാറില്ലെങ്കിലും അവ വ്യക്തിക്ക് ദുസ്സഹമായ പീഡനമായി അനുഭവപ്പെടുന്നു. ചെറുപ്പകാലത്തുണ്ടായിരുന്ന അതികർശന നിയന്ത്രണങ്ങൾ, അരക്ഷിത ബോധം, അമിത കുറ്റബോധം, കഴിവുകേടുകൾ, നിസ്സാരമായ ഭീഷണികൾക്ക് വഴങ്ങൽ എന്നിവയുള്ള വ്യക്തികൾക്ക് ഈ രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒബ്സസീവ് സ്വഭാവ രീതികൾ 2 വിധമുണ്ട്. ഒന്ന്, ഒട്ടിച്ച കത്ത് പിന്നെയും പിന്നെയും തുറന്നു നോക്കുക. പൂട്ടിക്കഴിഞ്ഞാൽ പൂട്ടിയെന്ന് ഉറപ്പുവരുത്താൻ പൂട്ട് എത്ര പ്രാവശ്യം വലിച്ചാലും തൃപ്തി വരാതിരിക്കുക. പരിഹാരങ്ങൾ കാണാൻ പറ്റാത്ത വിഡ്ഢിത്തങ്ങളുമായി മല്ലിടുക. 2, അസാധാരണമായതും ബോധപൂർവമായ ചിന്തകൾക്ക് ഘടകവിരുദ്ധമായതും വ്യക്തിക്ക് തന്നെ ആശ്ചര്യവും വെറുപ്പും ഉണ്ടാക്കുന്നതുമായ ചിന്തകളും പ്രവൃത്തികളും. ഇത്തരം രോഗികൾ നിർബന്ധ ബുദ്ധികളും ആവശ്യത്തിലേറെ അടുക്കും ചിട്ടയുമുള്ളവരും വിശദാംശങ്ങളിൽ പോലും ശ്രദ്ധയുള്ളവരും പിശുക്കന്മാരായിരിക്കുമെന്ന് സൈക്കോ അനലിസ്റ്റുകൾ സിദ്ധാന്തിക്കുന്നു. കൃത്യനിഷ്ഠ ഒരു മഹത്തായ ഗുണമാണെന്നും തത്വദീക്ഷ ആവശ്യമാണെന്നും ഇവർ ഇടയ്ക്കിടെ പറയും. ഊഹാപോഹങ്ങളും പൊതുനിഗമനങ്ങളും ഈ രോഗികളുടെ പ്രത്യേകതയാണ്. സംസാരത്തിലും കത്തുകളിലും ഇത് തെളിഞ്ഞു കാണാവുന്നതാണ്. വീട്ടിൽ നിന്നും അകന്നു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അസുഖത്തിന് കുറവെന്ന് ഒരാൾ എഴുതുമ്പോൾ ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഉത്തരവാദിത്വം കൂടുന്നതും ഒരു കാരണമായിരിക്കാം. അങ്ങനെയാണല്ലോ അനുമാനിക്കേണ്ടത്. വീട്ടിലെത്തിയാൽ പഴയ ചിന്തകൾ പിന്നെയും ശല്യപ്പെടുത്തുമായിരിക്കാം. അത് സാധാരണമാണല്ലോ. പരസ്പര വിരുദ്ധമായ വൈകാരിക നിലപാടുകൾ സ്വീകരിക്കുന്നത് ഈ രോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം അപമാനിക്കുകയും അപമര്യാദ കാണിക്കുകയും ചെയ്യും. ഇത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കുകയും കുറ്റബോധം തോന്നുകയും ചെയ്യും. സുന്ദരമായി ശുഭ്ര വസ്ത്രം ധരിച്ച രോഗി അടിവസ്ത്രങ്ങൾ മാറ്റിയത് 3-4 ആഴ്ചകൾക്ക് മുൻപായിരിക്കും.
ഈ ഞരമ്പ് രോഗത്തിനുള്ള കാരണങ്ങളിൽ പ്രധാനമായവ കുറ്റബോധവും ആത്മനിന്ദയുമാണ്. അസാൻമാർഗികവും അധാർമികവുമായ ചെയ്തികളിൽ പ്രധാനമായവ കുറ്റബോധവും ആത്മനിന്ദയുമാണ്. അസാൻമാർഗികവും അധാർമികവുമായ ചെയ്തികളിൽ നിന്നുണ്ടാകുന്ന കുറ്റബോധം തുടച്ചുമാറ്റാനുള്ള വെമ്പലിൻ്റെ പ്രതിരൂപമാണ് കൈകഴുകൽ അസുഖം അഥവാ വാഷിംഗ് കമ്പൽഷൻ. അതുതന്നെയായിരുന്നു ലിസിയുടെയും അസുഖത്തിൻ്റെ കാരണം. കേസ് ഹിസ്റ്ററിയിൽ നിന്ന് ലിസി അമിത വ്യക്തിത്വബോധവും മനസാക്ഷിക്കുത്തുമുള്ള സ്ത്രീയാണെന്ന് മനസ്സിലായി. സയൻസിൽ ബഹുമതിയോടുകൂടിയ ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ലിസി സുന്ദരിയും ബുദ്ധിയുള്ളവളുമാണെന്ന് സ്വയം അഭിമാനിച്ചിരുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ ഒരു ഗൾഫുകാരനെ കല്യാണം കഴിച്ചു. ഏതാനും ദിവസത്തെ മധുവിധുവിന് ശേഷം ഭർത്താവ് ഗൾഫിലേക്ക് പോയി. ഭർത്താവ് 10ാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ലെന്നും ഗൾഫിൽ മാന്യമായ ഒരു ജോലിയല്ല ഉള്ളതെന്നും അവൾ പിന്നീടാണ് അറിഞ്ഞത്. ആരോഗ്യവും ധനവുമുണ്ടെങ്കിലും അയാൾ ഒരു മുട്ടാളനായിരുന്നു. തൻ്റെ ബാലവാടിയിൽ വന്ന ചിലർ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കാര്യം മനസ്സിലാക്കാനാകാതെ അയാൾ വിഷണ്ണനായി നിന്നതും സൽക്കാരവേളകളിലും സുഹൃത്ത് സന്ദർശന വേളകളിലും അയാൾ കാണിച്ച വിഡ്ഢിത്തരങ്ങളും ലിസിയിൽ സങ്കടവും വെറുപ്പുമുളവാക്കി. ലിസിക്ക് അയാളെ കാണുന്നത് പോലും ഇഷ്ടമില്ലാതായി. ലിസി മറ്റൊരു ചെറുപ്പക്കാരനുമായി അടുക്കുകയും ശാരീരികമായി ഒരു പ്രാവശ്യം ബന്ധപ്പെടുകയും ചെയ്തു. അടുപ്പത്തിൻ്റെ കാര്യം പലരും അറിഞ്ഞു. ഭർത്താവിനെ ഊമക്കത്ത് വഴി ഈ വിവരങ്ങൾ ആരോ അറിയിച്ചു. ഭർത്താവ് ആ കഥകൾ വിശ്വസിച്ചില്ല. തൻ്റെ ലിസി പിഴക്കില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞത് ലിസിയെ തളർത്തി. അന്യപുരുഷനുമായുള്ള ലൈംഗിക ബന്ധങ്ങൾ അവളുടെ സാൻമാർഗിക ബോധത്തിനെതിരായിരുന്നു. ഭർത്താവ് നല്ലവനാണെന്ന് ലിസിക്ക് തോന്നിത്തുടങ്ങി. ആ മനുഷ്യനെപ്പറ്റി പലരും പ്രശംസിച്ചു പറയുന്നത് ലിസി കേട്ടു. ഇതെല്ലാം ലിസിയെ തകർത്തു. ഒരിക്കലും ആ മനുഷ്യൻ്റെ ഭാര്യയായിരിക്കാൻ താൻ അർഹയല്ലെന്ന് അവൾക്ക് ദൃഢമായി തോന്നിത്തുടങ്ങി. തൻ്റെ പാപകർമ്മങ്ങൾ ഒരിക്കലും പൊറുക്കപ്പെടുകയില്ലെന്ന് അവൾ വേദനിച്ചു. അക്ഷന്തവ്യമായ പാപം ചെയ്തു എന്ന കുറ്റബോധവും ആത്മനിന്ദയുമായിരുന്നു ലിസിയുടെ രോഗകാരണം. രക്തം കട്ടിയാക്കുന്ന അന്റാർട്ടിക് വൻകരയിൽ ഏകനായി 6 മാസം കഴിച്ചു കൂട്ടിയ അഡ്മിറൽ റിച്ചാർഡ് ബൈർഡിൻ്റെയും 68 ദിവസം ഏകനായി അന്റാർട്ടിക് മഹാസമുദ്രത്തിൽ തുഴഞ്ഞ ഡോക്ടർ അലൻ ബോംബാർഡിൻ്റെയും ഡയറിക്കുറിപ്പുകൾ ഒരുപോലെയാണ്. അവർ ജീവിക്കാൻ തെരഞ്ഞെടുത്ത പ്രകൃതി തന്നെ അവരുടെ ജീവഹാനിക്ക് വെമ്പുകയായിരുന്നു. അത്തരം പരിതസ്ഥിതിയിൽ രണ്ടുപേരും കർശനമായ ആത്മനിയന്ത്രണം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിച്ചത്. ഇതുപോലെ ഭീതിജനകമെന്ന് തോന്നപ്പെടുന്ന പരിതസ്ഥിതികളിൽ പ്രത്യേക അടുക്കും ചിട്ടയും ക്രമീകരണങ്ങളും രോഗിക്ക് സുരക്ഷിതത്വ ബോധം നൽകുന്നു. ഉത്കണ്ഠയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വ്യക്തി അബോധമായി അംഗീകരിക്കുന്ന ഒരു പ്രതിരോധ പ്രതിഭാസമാണ് ബദൽ ചിന്തകളും പ്രവൃത്തികളും. പാതിരാക്ക് തനിച്ചു പോകുന്ന വ്യക്തി അറിഞ്ഞും അറിയാതെയും എനിക്കൊരു പേടിയില്ല, പേടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു എന്ന് ചിന്തിച്ച് മൂളിപ്പാട്ട് പാടുന്നത് ഭീതിജനകമായ ചിന്തകൾക്ക് ബദലായി സുരക്ഷിത ചിന്തകൾ മനസ്സിൽ സ്ഥലം പിടിക്കുന്നതുകൊണ്ടാണ്. ചില കമ്പൽഷൻ ഗുണകരമായ പാന്താവിലേക്കുള്ളതാണെങ്കിലും അവ കുടുംബകാര്യങ്ങളിൽ നിന്നും മറ്റും സുഖമായി തടി തപ്പാനുള്ള മാർഗമായതുകൊണ്ട് ഞരമ്പ് രോഗമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. മറ്റു ചില സന്ദർഭങ്ങളിൽ ഇത്തരം ബദൽ ചിന്തകൾ റിയാക്ഷൻ ഫോർമേഷനായി മാറി സങ്കീർണതകൾക്ക് വഴിവെക്കാറുണ്ട്. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി മണിക്കൂറിൽ 10 തവണ കുരിശു വരച്ച് അമ്മയെ രക്ഷിക്കണേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയെ അപഗ്രഥിച്ചപ്പോൾ അതിനുള്ള അടിസ്ഥാന കാരണം അമ്മയോടുണ്ടായിരുന്ന കഠിനമായ വെറുപ്പാണെന്ന് തെളിഞ്ഞു. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയോടുണ്ടാകുന്ന ലൈംഗികാഭിനിവേശം റിയാക്ഷൻ ഫോർമേഷനായി മാറുമ്പോൾ കാമചിന്തകൾ സഹോദരി ചിന്തയായി മാറുന്നു. പ്രഭാകരന് ആൺകുഞ്ഞിൻ്റെ കഴുത്തറുക്കാനുള്ള ചിന്തകൾ കാരണം താൻ ഭ്രാന്തനാവുകയാണോ എന്ന് സംശയം തോന്നി. പ്രസവ സമയത്ത് പ്രഭാകരൻ്റെ ഭാര്യ രമ അനുഭവിച്ച കഠിന വേദനകൾ
ലൈംഗിക ബന്ധത്തോടുള്ള ഇഷ്ടക്കുറവിന് കാരണമാവുകയും അവൾക്ക് മകനിലേക്ക് മാത്രം ശ്രദ്ധ കൂടുകയും ചെയ്തപ്പോൾ താൻ അവഗണിക്കപ്പെടുകയാണെന്ന് തോന്നിയ പ്രഭാകരൻ്റെ ജീവിതത്തിൽ അപസ്വരങ്ങൾ മുട്ടിട്ടു തുടങ്ങി. തനിക്ക് പകരം ഭാര്യയുടെ ഹൃദയത്തിൽ ഇക്കിളി കൂട്ടിയ മകനോടുള്ള അബോധമായ വെറുപ്പ് അമർത്തപ്പെട്ടിരുന്നു. പുത്രനില്ലെങ്കിലും പറന്നകന്നുപോയ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ള അബോധമായ വെമ്പലായിരുന്നു കഴുത്തറുക്കുവാനുണ്ടായ പ്രേരണകൾക്കുള്ള കാരണം. ഏതു പുരുഷന്റെ കൂടെയും സഹശയനം ചെയ്യാനും കാമകേളികളിൽ ഏർപ്പെടാനും ചില സ്ത്രീകളിലുണ്ടാക്കുന്ന നിംഫോമാനിയ, അമിത മദ്യപാനാസക്തി, നാണംകെട്ട കളവ് നടത്താൻ പ്രേരണയുളവാക്കുന്ന ചൗര്യതലപരത്വരോഗം എന്നിവ ഈ അസുഖത്തിൻ്റെ മറ്റൊരു വകഭേദമാണ്. മരുന്നുകളും ശിക്ഷണമുറകളും പരിശീലന പദ്ധതികളും വലിയ പ്രയോജനം ചെയ്യുന്നതായി അറിവില്ല. ഒബ്സസീവ് രോഗികളുടെ അടിസ്ഥാനപരമായ ജീവിത രീതികൾ മാറ്റുന്നത് വിഷമകരമാണെങ്കിലും ന്യൂറോട്ടിക് പ്രതിരോധം ഒഴിവാക്കാനും ഉൾക്കാഴ്ച ഉണ്ടാക്കുന്നതിലേക്കുമായി സൈക്കോതെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി എന്നിവ കുറച്ചെല്ലാം പ്രയോജനം ചെയ്യും. സങ്കീർണമല്ലാത്ത കേസുകളിൽ അനലറ്റിക് തെറാപ്പി പ്രയോജനകരമാണ്. ഹിപ്നോതെറാപ്പിയിലെ അബ്രിയേഷൻ ടെക്നിക്സ്, റോസൽ എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ സ്പെഷ്യലൈസ്ഡ് ഹിപ്നോതെറാപ്യൂട്ടിക് ടെക്നിക്കുകൾ എന്നിവ ചില കേസുകൾക്ക് ശമനം കൊടുത്തിട്ടുണ്ടെങ്കിലും രോഗിയുടെ സഹജ സ്വഭാവ രീതികൾ, മറ്റു പ്രത്യേകതകൾ, പ്രത്യേക ക്ഷമതാരാഹിത്യം എന്നിവ വിജയകരമായ ഒരു ചികിത്സാ പദ്ധതിക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.